ക്ഷേത്ര ദർശനത്തിന് വേണ്ടി ഇവിടെ കാത്തിരിക്കുന്നത്? ആറ്റുകാൽ ക്ഷേത്രത്തിൽ ഒരുപാട് വ്യത്യസ്തമായ ചടങ്ങുകൾ നേരത്തെ നമ്മൾ രാവിലെ ഈ കുട്ടികൾ താലപ്പൊലിയുമായി വരുന്നത് ഉണ്ട്. അതുപോലെ ഇവിടെ ഉത്സവ സമയത്ത് ഉള്ള ഒരു പ്രധാന ചടങ്ങ് കുത്തിയോട്ട വ്രതമാണ്. ഒരുപക്ഷെ തിരുവനന്തപുരത്ത് കുത്തിയോട്ട വ്രതം നോറ്റ ദേവിയുടെ ഭടന്മാരായിട്ട് ഈ ആറ്റുകാൽ ഉത്സവ സമയത്ത് ക്ഷേത്രത്തിൽ കഴിയാത്ത ഒരു പുരുഷന്മാരും ഉണ്ടാകില്ല. അവർ ഒരുവിധം തിരുവനന്തപുരത്തുള്ള മുഴുവൻ ആൺകുട്ടികളെയും ഒരു കുഞ്ഞുനാളിൽ തന്നെ അവരുടെ രക്ഷകർത്താക്കൾ ആറ്റുകാലമ്മയുടെ മുൻപിൽ കുത്തിയോട്ട വ്രതം നോറ്റേക്കാം എന്നുള്ള ഒരു ആ ഒരു മനസ്സിൽ കണ്ടുകൊണ്ട് അങ്ങനെയാണ് ഓരോ ബാലന്മാരെയും വിടുന്നത്. അപ്പോൾ ഇവർ ക്ഷേത്രകുളത്തിൽ കുളിച്ച് ഉച്ചയ്ക്ക് ദേവിയുടെ മുന്നിൽ നമസ്കരിക്കാൻ വേണ്ടി പോകുന്നവരാണ്. ദേവിയുടെ മുറിവേറ്റ സൈന്യത്തിൻ്റെ പ്രതീകം അങ്ങനെയാണ് ഇവരെ സങ്കല്പിക്കുന്നത്. അതുകൊണ്ട് ഇവരിലേക്ക് ഇപ്പം ക്ഷേത്രത്തിൽ കുളിച്ചു കഴിഞ്ഞാൽ അവർ പൂർണ്ണ ശുദ്ധിയോടെയാണ് ക്ഷേത്രത്തിൽ കഴിയുന്നത്. അപ്പോൾ ഇവരുടെ ചിട്ടകളൊക്കെ അതുവരെ വീട്ടിൽ എങ്ങനെയായിരുന്നു ആ ചിട്ടകളിൽ നിന്ന് വ്യത്യസ്തമാണ് ഇവരുടെ ചിട്ടകൾ. അപ്പോൾ അതിന് കീഴ്പ്പെട്ടുകൊണ്ടാണ് ഈ കുഞ്ഞുങ്ങൾ ക്ഷേത്രത്തിൽ കഴിയുന്നത്. ചെറിയ കുട്ടികൾ ക്ഷമയോടെ ഈ ഒരു ദിവസങ്ങളിൽ ഈ ക്ഷേത്രത്തിലെ നാളെ ഉത്സവം കഴിയുന്നത് വരെ ഈ കുഞ്ഞുങ്ങൾ ക്ഷേത്രത്തിൽ തന്നെയാണ്. അവർക്ക് അച്ഛനും അമ്മയൊന്നും കാണാൻ പറ്റില്ല. പക്ഷേ ഇപ്പോൾ ഇവരിങ്ങനെ നിൽക്കുന്നുണ്ടല്ലോ ഈ നടപ്പന്തലിൽ. ഈ സമയമാണ് അവരുടെ അച്ഛനും അമ്മയ്ക്കും സഹോദരങ്ങൾക്കും ഒക്കെ അവരെ ഒന്ന് കാണാൻ പറ്റുന്നത് ഈ ഉത്സവ സമയത്ത് വ്രതം നോറ്റ് കഴിയുമ്പോൾ. അപ്പോൾ ഈ ബാരിക്കേഡിനുള്ളിൽ ഇവരിങ്ങനെ വന്ന ക്ഷേത്രത്തിൽ ദേവിയുടെ മുന്നിലേക്ക് പോകുന്നതിന് മുന്നിൽ നിൽക്കുമ്പോൾ കണ്ടോ അവർ കൈയിട്ടിങ്ങനെ കൈ കാണിക്കുകയൊക്കെ ചെയ്യുന്നത്. അത് അവിടെ നിൽക്കുന്ന അമ്മയും അച്ഛനെയും ഒക്കെ നോക്കിയിട്ടാണ് അവർ കൈ വീശി കാണിക്കുന്നത്. അപ്പോൾ ഈ ഒരു സമയത്ത് ഈ നമസ്കരിക്കുന്നതിന് മുൻപ് കുളി കഴിഞ്ഞ് ഈ ബാരിക്കേഡിൽ വന്ന് നിൽക്കുന്ന സമയത്ത് മാത്രമാണ് ഈ ദിവസങ്ങളിൽ അവരുടെ രക്ഷകർത്താക്കൾക്ക് അവരെ കാണാൻ കഴിയുക. അതൊരു ഭയങ്കര കാഴ്ചയാണ്. ഇവിടെ വന്നതെന്ന് ഈ എൻ്റെ മകൻ എവിടെയെന്ന് നോക്കൂ, ഈ മുഖങ്ങളിൽ ഈ എല്ലാവരുടെയും വേഷം ഒന്നാണ്. ഒരു ചുട്ടിത്തോർത്തും മാത്രമാണ് അവരുടെ വേഷം. അപ്പോൾ ഇതിൽ നിന്ന് സ്വന്തം മകൻ ഏതാണ് എന്ന് കണ്ടെത്തുന്ന ഒരു പരക്കം പാച്ചിലാണ് ആദ്യം മാതാപിതാക്കൾക്കുണ്ടാവും. ഇങ്ങനെ നോക്കിയിട്ട് അവർ കണ്ടെത്തുമ്പോൾ പക്ഷേ ആ കുഞ്ഞുങ്ങൾ അവരെ കണ്ടിരിക്കും. അപ്പോൾ കൈ ഉയർത്തി ഇങ്ങനെ കാണിക്കും. അപ്പോൾ നമ്മൾ നോക്കുമ്പം എല്ലാവരും കൈ ഉയർത്തി അവരുടെ രക്ഷിതാക്കളെ കാണിക്കുകയാണ്. അപ്പോൾ അതിൽ നിന്ന് ഇങ്ങനെ നോക്കി തൻ്റെ മകനെ കണ്ടെത്തി അപ്പോൾ ഒരു സന്തോഷമുണ്ടല്ലോ. പിന്നെ ദേവിയോടുള്ള പ്രാർത്ഥനയാണ് എൻ്റെ മകനെ അവൻ്റെ ജീവിതം കാലം മുഴുവൻ കാത്തുരക്ഷിക്കണം, അവന് നല്ല ഉയർച്ച ഉണ്ടാകണേ എന്നൊക്കെയുള്ള പ്രാർത്ഥനകളിലാണ് ഇവിടെ ഈ വ്രതം നോക്കാൻ വേണ്ടി വരുന്നത്. അപ്പോൾ ഇവിടെ കൃത്യമായ ചിട്ടകൾ അതൊക്കെ ശീലിപ്പിച്ചിട്ടാണ് ഈ ചടങ്ങ് പൂർത്തിയാക്കുന്നത്. അപ്പോൾ അങ്ങനെ വ്യത്യസ്തമായ ഒരുപാട് ആചാരങ്ങൾ ഈ ആറ്റുകാൽ പൊങ്കാലയുമായി ബന്ധപ്പെട്ട് ഇതിൻ്റെ ഭാഗമായിട്ട് നടക്കുന്നുണ്ട്. അതിൽ പൊങ്കാല സവിശേഷമായ ഒരു പ്രാധാന്യം അർഹിക്കുകയും എല്ലാ പ്രായക്കാരും അല്ലേ